കോട്ടയത്ത് ശക്തമായ വേനൽ മഴ പെയ്യുകയാണ്. ഇടിമിന്നലേറ്റ് സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. അണ്ടൂർ സ്വദേശികളായ ആൻമരിയ, ആൻഡ്രൂസ് എന്നിവർക്കാണ് ഇടിമിന്നലേറ്റത്. മറിയപ്പള്ളിയിൽ വീടിന്റെ മേൽക്കൂര ഇടിമിന്നലേറ്റ് തകർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർ നിൽക്കുന്നിടത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, കനത്ത ചൂടിന് ആശ്വാസമായ ഒരു വേനൽ മഴ എത്തുമെന്നൊക്കെ കരുതിയെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും വലിയ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഈ വേനൽ മഴ പോയല്ലോ ടോബി. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് തന്നെയാണ് വേനൽമഴ ഇന്ന് പെയ്തത്. വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു. അതിനിടയിലാണ് 7 മണിയോടുകൂടി പാലാ ഭാഗത്ത് വെച്ച് അതിശക്തമായിട്ടുള്ള ഇടിമിന്നൽ കൂടി ഉണ്ടായത്. ആ ഇടിമിന്നലിലാണ് സഹോദരങ്ങളായിട്ടുള്ള ആൻമരിയ, അതുപോലെ തന്നെ ആൻഡ്രൂസ് എന്നിവർക്ക് പരിക്കേറ്റത്. ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറിയപ്പള്ളിയിൽ റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മേൽക്കൂര ഇടിമിന്നലേറ്റ് തകർന്നിട്ടുണ്ട്. ചുങ്കം ഭാഗത്ത് മരം കടപുഴകി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അതിനിടയിലാണ് മെഡിക്കൽ കോളേജിൽ അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് വെള്ളം ചോർന്ന് കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ കിടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജില്ലയുടെ വിവിധ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു. അതേ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയായിരുന്നു.